നമസ്കാരം. സർക്കാരിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും കടന്നാക്രമിക്കാൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ വീണ്ടും PSC കോഴ വിവാദം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷനെ ഏതൊക്കെ രീതിയിൽ അപകീർത്തിപ്പെടുത്താം എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് PSC അംഗത്വത്തിന് വേണ്ടി 60 ലക്ഷം രൂപ ചോദിച്ചുവെന്നും 22 ലക്ഷം രൂപ മേടിച്ചുവെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം നൽകുമെന്ന് അയാൾ പറഞ്ഞുവെന്നും ഒക്കെ പറഞ്ഞാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥിരം പല്ലവി നടത്തിയത്. ഒപ്പം പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്ന മട്ടിലൊക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ടാകാം, അതായത് ഇന്ന് രാവിലെ 8:21 ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കൊണ്ട് ഒരു പരാതി കൊടുത്തത്. അപ്പോഴാണ് ഒരു പരാതി അവിടെ വന്നത്. അത് മാത്രമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്, അല്ലാതെ വേറൊരു പരാതിയും വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ സംരക്ഷിക്കുന്നു എന്നൊക്കെ സംസാരിക്കാൻ വേണ്ടിയാകാം പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയതെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആകെ മിണുങ്ങസ എന്ന രീതിയിൽ ഇരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്. അതിനപ്പുറത്തേക്ക് എന്താണ് പറയേണ്ടത്? ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് പറയുന്നു. പിന്നെ പ്രതിപക്ഷത്തിന് ഒരനക്കമില്ല കേട്ടോ. ഉടനെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനം, അതായത് ഈ PSC അംഗത്വം ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിട്ടുള്ളത് UDFന്റെ ഭരണകാലത്താണ് എന്നുകൂടി അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം കണക്കുകൾ നിരത്തുകയാണ്. 83-ൽ 13, 84-ൽ 15, പിന്നീട് 2005-ലായപ്പോൾ 18ആയി, 2013-ലായപ്പോൾ അത് 21ആയി. അങ്ങനെ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അംഗത്വങ്ങളെ ഇങ്ങനെ നിയമിച്ചു കൊണ്ടുവന്നത്, കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നത്. പക്ഷെ ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ പോലും കൂടുതലായിട്ട് ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഇതിനൊന്നും പ്രതിപക്ഷ നേതാവിന് മറുപടിയില്ല കേട്ടോ. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്ഥിരം ആ വേല പുറത്തെടുത്തു, വാക്കൗട്ട് നടത്തുന്നു. ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടിട്ട് എന്തൊക്കെ പച്ച കള്ളമാണ് തട്ടിവിടുന്നത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. നമുക്കറിയാമല്ലോ, ഈ PSC വിവാദവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല, പരാതിക്കാര് രംഗത്ത് വന്നിട്ടില്ല. മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട തെളിവുകളില്ല, ഒന്നുമില്ലാത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സ്ഥിരം ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഈ ഉണ്ടയില്ല വെടിയുണ്ടല്ലോ, അതുമായി മാധ്യമപ്രവർത്തകരുടെ മുമ്പിലിരുന്ന് മുഹമ്മദ് റിയാസിനെതിരെ ഇങ്ങനെ കടന്നാക്രമിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് അവിടെ നിന്നിട്ട് മെഴുകുകയാണ്. എങ്ങനെയാണ് ജനങ്ങളെ പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നത് കൂടി നമുക്കൊന്ന് കാണാം. സംസ്ഥാനത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ CPM-ഉം ഘടകകക്ഷികളും കൂടി ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. ഈ നിയമനം മുഴുവൻ ഇന്ന് കേരളത്തിന് അപമാനകരമായ നിലയിലേക്കായി മാറിയിരിക്കുകയാണ്. കോഴിക്കോട് CPM-ന്റെ പ്രാദേശിക നേതാവ് ഡോക്ടർ ദമ്പതിമാരുടെ കയ്യിൽ നിന്ന് PSC അംഗമായി നിയമിക്കാൻ പൊതുമരാമത്ത് മന്ത്രിയെയും CPM ജില്ലാ സെക്രട്ടറിയെയും ജില്ലയിലെ CPM MLA-മാരെയും ചൂണ്ടിക്കാട്ടി 60 ലക്ഷം രൂപ കരാർ ഉറപ്പിച്ച് 22 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചു. എന്നിട്ട് ഇത് ഒരു മാസത്തിലധികമായി ഈ സംഭവം പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനായും പാർട്ടി തന്നെ കോടതിയായത് കൈകാര്യം ചെയ്യുക. ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അവിടെ നിയമിക്കപ്പെടുന്ന ഒരു അംഗം സത്യസന്ധമായി പെരുമാറേണ്ട ഒരാളാണ്. 60 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് PSC അംഗമാകുന്ന ഒരാൾ ഈ പണം മുതലാക്കാൻ അവിടെ വന്നിട്ട് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അപ്പോൾ PSC എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. കാരണം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ഒരു ഇടപാടാണ് ഇത് എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് പലരും രക്ഷിക്കാനുള്ള തത്രപ്പാടിനിടയിലാണ് മുഖ്യമന്ത്രി ഈ കോഴ വിവാദം ഒളിച്ചു വയ്ക്കാൻ നോക്കുന്നത്. ആ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർക്കുന്ന ഈ നടപടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോകും. ഈ കേസ് അന്വേഷിച്ചേ മതിയാവും. ഈ കേസിൽ ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും. കണ്ടല്ലോ, വാക്കുകൾ കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ അടിയേറ്റ ശേഷം ക്ഷീണിച്ചു വന്നു വിടിരുന്നിട്ട് പിന്നെ ഒരൊറ്റ തള്ളലാണ്. ആ മുഖം നോക്കിയാൽ അറിയാം സഭയിൽ നല്ല പടലാണ് പെട്ടിട്ടുള്ളത്. പിന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ച് സഭയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതൊന്നും അങ്ങനെ ടെലികാസ്റ്റ് ചെയ്യില്ലല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. വൺ സൈഡ് പിടിച്ചുള്ള മാധ്യമ പ്രവർത്തനമാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ളതെല്ലാം മാക്സിമം ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുക, അതായത് നുണ മുഴുവൻ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു അവരുടെ സ്വഭാവം എന്ന് പറയുന്നത്.
മാത്രമല്ല അദ്ദേഹം എന്താ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ ഹോമിയോ ഡോക്ടർമാരെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയ ഏത് ഹോമിയോ ഡോക്ടർ, ആ ഹോമിയോ ഡോക്ടർ ആരാണെന്ന് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു അന്വേഷണത്തിനും തയ്യാറാണെന്ന് പലരും പറയുകയാണ്. ഏത് അന്വേഷണമാണ് നടത്തിക്കോട്ടെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വളരെ വ്യക്തമായ മറുപടികൾ കൊടുക്കുന്ന സാഹചര്യത്തിൽ പോലും പ്രതിപക്ഷ നേതാവ് അവിടെ കിടന്ന് വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. ഇങ്ങനൊരു പരാതി പോലും കിട്ടിയിട്ടില്ലെന്നില്ല പറഞ്ഞു. ഇന്ന് രാവിലെ ഒരു യൂത്ത് കോൺഗ്രസ് അയച്ച പരാതി മാത്രമേ ഉള്ളതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവരുടെ കയ്യിൽ, CPM നേതാക്കളുടെ കയ്യിൽ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ, പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ളവരുടെ കയ്യിൽ ഈ വിഷയമുണ്ടല്ലോ. എന്നിട്ട് ഇവരെന്തിനാണ് ഇത് ഒളിച്ചു വെച്ചത്? ഇവർ പോലീസിന് കൊടുക്കണ്ടേ? ഇവർ സത്യപ്രതിജ്ഞ ലംഘനമല്ലേ നടത്തിയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു ഗൗരവതരമായ ഒരു ആരോപണം, PSC അംഗത്തെ നിയമിക്കുന്നതിന് വേണ്ടി കോഴ വാങ്ങിച്ചു എന്നുള്ള ആരോപണം കയ്യിൽ വെച്ചിട്ട് ഇവരെത്ര നാളായിരിക്കുന്നു? ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ആളുകൾ, എന്തേ അവരത് പോലീസിലേക്ക് റെഫർ ചെയ്യാറുന്നത്? അതല്ലേ ചോദ്യം. ഇതിനിടയിൽ ഒരു പത്രക്കാരൻ, ഒരു മാധ്യമപ്രവർത്തകൻ, അല്ല ഈ കൂടോത്ര വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നോ, എന്തായാലും പറയാനുള്ള എന്നൊരു ചോദ്യം. അപ്പോൾ നമ്മുടെ വേഷം സിനിമയിൽ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗും പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഒരൊറ്റ ഓട്ടമാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാൻ മാവിലായിക്കാരനാണ്. ഞങ്ങളുടെ അവിടെ ഇതൊന്നുമില്ല. ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ VD സതീശനെതിരെ, അതായത് കേരളയിൽ അട്ടിമറിക്കുന്നതിന് വേണ്ടി 150 കോടി രൂപ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം മേടിച്ചു എന്ന് പറഞ്ഞ് PV അൻവർ സഭയിൽ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. ആ വിഷയത്തിൽ വ്യക്തമായ മറുപടി പറയാൻ ഇപ്പോഴും VD സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? പുനർജനി കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് UDFന് എപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊന്നും വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അന്വേഷണത്തിന് പോലും തയ്യാറാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറിച്ചൊന്ന് നോക്കൂ, ഇവരുടെ വ്യാജ ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരം വരുമ്പോഴും, ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും സർക്കാർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഏതൊരു അന്വേഷണത്തിനും തയ്യാറാണെന്ന്. സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു സ്ത്രീ എടുത്തുകൊണ്ട് വന്ന് എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരെ അന്വേഷിച്ചില്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു CPM നേതാവിനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിരന്തരം ഓരോ വ്യാജ വാർത്തകൾ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പണി എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും ഭരണം പിടിക്കുക. ഇത് കനകോലു തന്ത്രമാണ്. കനകോലുവിന്റെ തന്ത്രം എന്താണ്? മാക്സിമം ഭരിക്കുന്ന സർക്കാരിനെ പറ്റി വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അത് വാട്സപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ജനങ്ങളിലേക്ക് എത്തിക്കുക, അവരുടെ മനസ്സിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യുക എന്നതാണ് കനകോലു തന്ത്രം. ആ തന്ത്രം കേരളത്തിൽ പയറ്റുകയാണ്. അതിന്റെ ആദ്യ പടി കഴിഞ്ഞു. ഇപ്പൊ തന്നെ VD സതീശൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കോഴിക്കോടിൽ നിന്ന് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുമെന്ന്. അപ്പോൾ ഈ കള്ളങ്ങൾ മാത്രമല്ല, ഇതിനേക്കാൾ കൂടിയ കള്ളങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ പുറത്തു വിടും എന്ന് തന്നെയാണ് സതീശൻ പറയുന്നത്. അങ്ങനെ കരുതിയാൽ മതി. കാരണം ഇതുവരെ സതീശൻ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണത്തിലും എന്തെങ്കിലും കടമ്പുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിന് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി വീണ്ടും മുഹമ്മദ് റിയാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുമുള്ള മന്ത്രിമാരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടൊക്കെ എന്തൊക്കെ രീതിയിലുള്ള നുണപ്രചരണങ്ങളാണോ നടത്താൻ പോകുന്നത്, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഇറക്കിയ സാധനം തിരിച്ചടിച്ച് തിരുവഞ്ചൂരിന് അവസാനം വലിയൊരു ആപ്പായ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ തന്നെ ഈ വെച്ചിരിക്കുന്ന വെടികളൊക്കെ അവസാനം തിരിച്ചടിച്ച് ഈ പ്രതിപക്ഷത്തിന് തന്നെ വലിയ ഏണിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. AKG സെന്ററിൽ നമ്മൾ കണ്ടതാണ്. AKG സെന്ററിൽ അവിടെ സ്ഫോടക വസ്തു എറിഞ്ഞത് CPM ആണ് എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് അവസാനം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അറിയാമല്ലോ. സുധാകരന്റെ വലങ്കൈയായിട്ടുള്ള സുഹൈൽ ഷാജഹാനാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ എല്ലാ കാലത്തും ഈ സത്യം മൂടി വെക്കാമെന്ന് കരുതരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ്, എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.